ഒരു കിഡ്നി മാറ്റി വെക്കുന്നതിന് എത്ര ലക്ഷം രൂപ നമ്മൾ ചെലവഴിക്കണം. അതേസമയം ഇത് ചെയ്താൽ 10,000 കിഡ്നീസ് നമ്മൾ മാറ്റി വെച്ചതുപോലെയാണ്. ചെറുപ്പക്കാരിലും ഈ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റുകളുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും അതൊരു വികസനമാണ്. അത്രയും പേഷ്യൻസ്, ഡയാലിസിസ് പേഷ്യൻസ് കൂടിക്കൊണ്ടിരിക്കുക. ഡയബറ്റിസ് കാരണമാണ് ഈ അസുഖത്തിന്, കിഡ്നി ഡിസീസിലേക്ക് എത്തിയത്. ശരീരത്തിലെ ഈ ഷുഗറിനെ കുറയ്ക്കാൻ വേണ്ടി ഒറ്റ ഹോർമോണേ ഉള്ളൂ, ഇൻസുലിൻ. ഉറക്കം കുറഞ്ഞു പോയി, എക്സസൈസ് ഇല്ല, ഒബിസിറ്റി, ഇതെല്ലാം നമ്മുടെ ഇൻസുലിൻ്റെ ശത്രുക്കളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ട്രീറ്റ്മെൻറ്റിൻ്റെ സൗകര്യങ്ങൾ കിട്ടുന്നതിൽ തന്നെ ഒരു ജെൻഡർ ഇനിക്വാലിറ്റി ഉണ്ട്. അമ്മയുടെ ഒരു ക്യാരക്ടർ അറിയാം. അവർ സത്യം പറഞ്ഞാൽ വേസ്റ്റ് തീനികളാണ്. അറിയാതെ പോകുന്നൊരു ഓവർ ഈറ്റിംഗ് അടുക്കളയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ ജോലി ചെയ്യുന്നത് അത്രമാത്രം അതൊരു വർക്കൗട്ടായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. നമസ്കാരം. ആരോഗ്യ സൂചികയിൽ മുന്നിലാണെങ്കിലും ആരോഗ്യബോധം നമുക്ക് അല്പം കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ അല്പം അധികം മടിയന്മാരായി തുടരുന്നുണ്ടോ എന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഇത്തരം സംശയങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ചില ചോദ്യങ്ങളുമാണ് നമ്മൾ ചോദിക്കാൻ തുടങ്ങുന്നത്. ഇന്നത്തെ സെഷനിൽ മൈഷുഗർ ക്ലിനിക്കിലെ ഡയറക്ടറും നെഫ്രോളജിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ ഷംനാഥാണ് കൂടെ ചേരുന്നത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. തെലങ്കാനയും ഗോവയെല്ലാം കഴിഞ്ഞാൽ ഈ കിഡ്നി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക കാറ്റഗറിയിൽ 4ാം സ്ഥാനത്ത് കേരളം നിൽക്കുന്നു എന്നാണ് പുതിയ കണക്കുകളൊക്കെ പറയുന്നത്. തന്നെയല്ല, ചെറുപ്പക്കാരിലും ഈ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. എല്ലാ അസുഖങ്ങളുടെ കാര്യങ്ങളും പറയുന്നുണ്ട്, കിഡ്നിയുടെ കാര്യത്തിലും ഒട്ടും പിന്നോട്ടല്ലെന്നാണ്. ഇപ്പം നിലവിൽ ഇങ്ങനെ ഒരു സാഹചര്യം വരാനുള്ള അത്ര സാഹചര്യത്തിലേക്ക് എത്തിക്കാനുള്ള ഘടകം എന്താണെന്നാണ് ഡോക്ടർ കരുതുന്നത്? പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ കിഡ്നി ഡിസീസിൽ നമ്മളിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, ഞാൻ ഈ MBBS പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്ഥലം കായംകുളമാണ്. അവിടുന്ന് ഒരു 60 കിലോമീറ്റർ ദൂരെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. അപ്പം അവിടെ ഒരു ഡയാലിസിസ് പേഷ്യൻറ്റിനെ ചിലപ്പോൾ കോട്ടയം വരെയൊക്കെ നമുക്ക് വരേണ്ടി വരും. ഒരു ഗവൺമെൻറ് സെറ്റപ്പിൽ ഡയാലിസിസിന് വേണ്ടി അത്രയും ദൂരം യാത്ര ചെയ്യേണ്ടി വരും. പക്ഷെ ഇപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല. എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റുകളുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും അതൊരു വികസനമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ആ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റുകൾ വന്നത്? ഓരോ താലൂക്ക് ആശുപത്രിയിലും ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങേണ്ടി വന്നു. അത്രയും പേഷ്യൻസ്, ഡയാലിസിസ് പേഷ്യൻസ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ഒരു സമയത്ത് ഡയാലിസിസിന് വിധേയരാവുന്ന ഒരു 100 പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് 60 തൊട്ട് 70 പേഷ്യൻസും ഡയബറ്റിസ് കാരണമാണ് ഈ അസുഖത്തിന്, കിഡ്നി ഡിസീസിലേക്ക് എത്തിയത്. അപ്പം ഞങ്ങൾ ഈ നെഫ്രോളജിസ്റ്റ് ആയിട്ടിരിക്കുമ്പം ഈ കിഡ്നി ഡിസീസിനെ സംരക്ഷിക്കണമെങ്കിൽ സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഈ പ്രമേഹത്തിനെ നമ്മൾ സംരക്ഷിക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സൂചികയും കൂടെ പറയും. ഇപ്പം നമ്മൾ ഡയാലിസിസ് പേഷ്യൻസിൻ്റെ ആവറേജ് ഏജ് എടുത്താൽ കുറേ നാൾ മുമ്പൊക്കെ 60 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളവരല്ല. ഇപ്പോൾ അതൊരു 50 വയസ്സ് 45 വയസ്സിന് ഇടയിലായി. പക്ഷേ ഇപ്പോൾ ഈ ചെറുപ്പക്കാരിലൊക്കെ ഇങ്ങനെ പ്രമേഹം വരുമ്പോൾ 10 തൊട്ട് 15 വർഷം കഴിയുമ്പോൾ ഇവർ ഡയബറ്റിസ് അനിയന്ത്രണമായി പോയാൽ ഇവരെല്ലാം ഈ അസുഖത്തിന് വിധേയരാകും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 40 വയസ്സിൽ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഏജിൽ ഡയാലിസിസ് യൂണിറ്റിൽ കിടക്കുന്ന അവസ്ഥ വന്നാലോ, ആ ഒരു അവസ്ഥ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു രീതിയിൽ നമ്മുടെ കിഡ്നി ഡിസീസ് മുന്നേറിയാൽ. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ശരിക്കും ഈ മൈഷുഗർ ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ്. ഇപ്പം നമ്മൾ വിചാരിക്കും, ഇപ്പം ഞാനിങ്ങനെ പേടിപ്പിക്കുന്ന ഒരു സൂചിക പറയുമ്പം ഇത് ശരിക്കും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഡയബറ്റിസ് പ്രിവെൻറ്റ് ചെയ്താൽ മതി. അവിടെയാണ് പ്രിവെൻറ്റീവ് ഡയബറ്റോളജി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിനെ മൈഷുഗർ ക്ലിനിക്ക് മുമ്പോട്ട് കൊണ്ടുവന്നത്. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ചെറുപ്പക്കാരിലേക്കുള്ള പല അസുഖങ്ങളെ പറ്റിയും പറയുമ്പോഴത്തേക്കും എപ്പോഴും കേൾക്കുന്ന പോയിന്റുകളിൽ തന്നെയാണ് ഇതും വന്ന് നിൽക്കുന്നത്. ലൈഫ് സ്റ്റൈലിലെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളും പറയാറുണ്ട്. ഈ കാര്യങ്ങൾ ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മടിയന്മാരെ തുടരുന്നത് കൊണ്ടാണോ നമുക്ക് ഈ പ്രശ്നം വരുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആധുനിക കാലത്ത് മടിയെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. നമുക്കെല്ലാം സ്ട്രെസ് ഉണ്ട്. നമ്മൾ പണ്ടൊക്കെ ഒരു ഇത്ര നിശ്ചിത അളവിലാണ് നമ്മൾ ജോലി ചെയ്തിരുന്നെങ്കിൽ, നമ്മളിപ്പോൾ വീട്ടിൽ വന്നാൽ നമുക്ക് മൊബൈലുണ്ട്, നമ്മുടെ മുകളിൽ നിന്നുള്ള പ്രഷറുണ്ട്. എല്ലാവരും ഒരു സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് സമയമില്ല, ഭയങ്കര ബിസിയായി. അതുപോലെ ഇപ്പം നമുക്ക് രാത്രി 11:30, പണ്ടൊക്കെ അടുക്കള അടച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കിപ്പോൾ സ്വിഗ്ഗിയൊക്കെ 2 മണി വരെ ഉണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സൈക്കിൾ ചവിട്ടി കൊല്ലത്തെത്തിയപ്പോൾ ആ സ്വിഗ്ഗി ഡെലിവറി ബോയ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എത്ര മണി വരെ രാത്രി ഡെലിവറി? 2 മണി 2:30 വരെ രാത്രി ഡെലിവറി ഉണ്ട്, എല്ലാ മെട്രോ സിറ്റിയിലും. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി മൊത്തത്തിൽ താറുമാറായി കിടക്കുക. നമുക്കൊരു നല്ല ഉറക്കം കിട്ടുന്നില്ല, നമ്മൾ ലേറ്റായിട്ട് കിടക്കുന്നു, ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നു,
സ്ട്രെസ്സ് കൂടി, പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് കയ്യും കണക്കുമില്ല. 3 നേരം എന്നുള്ള ആഹാരത്തിന് പകരം നമ്മളിപ്പം ആഹാരം കഴിക്കാതിരിക്കുന്ന സമയമാണ് വളരെ കുറവ്. അപ്പോൾ ഈ സ്ട്രെസ്സ്, പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തെറ്റിയത്, എക്സസൈസ് ഇല്ലാത്തത്, ഇതിൻ്റെ ഒക്കെ ഒരു ആകെത്തുകയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കിതിനെ നമ്മുടെ മടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ ചേഞ്ചസ് വരുന്നുണ്ട്. നമ്മളെ കുറ്റം പറയാതെ നമുക്ക് പോസിറ്റീവായിട്ട് നമ്മുടെ സാധാരണ ആൾക്കാരെ നമുക്ക് പറഞ്ഞ് ഒരു ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ, ഇപ്പം നമ്മൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ജിമ്മിൽ പോയി ഭയങ്കര മസിലും വെയിറ്റും വെക്കുന്നതല്ല. നമുക്കൊന്ന് നടക്കാം, രാവിലെ ഒരു 10 മിനിറ്റെങ്കിലും നടന്നു തുടങ്ങാം. ആ നടക്കുന്നതിൻ്റെ ആ ഒരു പോസിറ്റീവ് വൈബ് കിട്ടിയാൽ പിന്നെ നമ്മൾ ആ നടത്തം കൂട്ടാം. നമുക്ക് ഉറക്കം ഒന്ന് ശരിയാക്കാം, ഭക്ഷണം ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാം. ഈ ഒരു മെസ്സേജാണ് സത്യത്തിൽ മൈഷുവർ ക്ലിനിക്കിലൂടെ ഞങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു 20-25 വയസ്സിലൊക്കെ എത്തി, അല്ലെങ്കിൽ ഒരു 30-ലൊക്കെ എത്തുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ടൊരു ചെക്കപ്പ് പോലും നടത്തുന്നത്. ആ ഒരു ചെക്കപ്പിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ നടത്തുന്ന ചെക്കപ്പ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഷുഗർ ഉണ്ടോ, അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഷുഗറിലേക്ക് പോയേക്കാം, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ലെവൽ ഉണ്ട് എന്നൊക്കെ പറയുമ്പം സ്വാഭാവികമായിട്ടും ഒരു ഡോക്ടറെ കാണുമ്പോൾ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി എന്നാണ് ആദ്യത്തെ. മരുന്നൊന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു റീഇൻവെൻഷൻ ഈ പറയുന്നത്രയും പ്രാക്ടിക്കലി എളുപ്പമല്ലെന്നാണ് പറയുക. അപ്പം നിങ്ങൾ ഈ മൈഷുഗർ ക്ലിനിക്കിലൂടെ പൊതുവിൽ മുന്നോട്ട് കൊടുക്കുന്ന കുറച്ച് എന്താ പറയുക ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്നാണ് നമ്മൾ ഈ ഡീൽ ചെയ്യുന്ന അസുഖങ്ങൾ പറയാം. ഇപ്പോൾ ഡയബറ്റീസ് ആണെങ്കിലും ഫാറ്റി ലിവർ ആണെങ്കിലും PCOD, ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പം നമ്മളിപ്പോൾ അതിനെ ചികിത്സിക്കുന്നത് മരുന്നുകൾ കൊണ്ട് മാത്രം. ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ നമുക്കൊരു പനി വരുന്നു, പനിക്ക് പാരസെറ്റമോൾ കഴിച്ചാൽ പനി കുറയുമെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? പക്ഷേ പനിയുടെ കാരണം എന്താണെന്ന് അറിയാതെ നമ്മൾ ഈ പാരസെറ്റമോൾ മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എന്തായാലും വലിയ അപകടത്തിലെത്തും. കുറേ പനി തന്നെ മാറും, പക്ഷെ ശരിക്കും ചികിത്സിക്കേണ്ടത് ചികിത്സിച്ചില്ലേ പ്രശ്നം വരും. അതുപോലെ തന്നെ ജീവിതശൈലി ശരിയാക്കി തന്നെ വേണം നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങളെ ചികിത്സിക്കാൻ. അപ്പോൾ മൈഷുവർ ക്ലിനിക്ക് മുന്നോട്ട് വെക്കുന്നത് മരുന്നുകളിനോടൊപ്പം തന്നെ ഡയബറ്റിസ് ചികിത്സയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറ്റ് അത് നോക്കാൻ വേണ്ടി ഡയറ്റീഷ്യൻസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പം നമുക്കൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളിപ്പം OPയിൽ ഇരുന്ന് എത്ര നേരം നമുക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷേ ഞങ്ങളൊരു പേഷ്യൻറ്റിനെ ഒരു ഡയറ്റീഷ്യനെ, ഒരു പേഴ്സണൽ ഡയറ്റീഷ്യനെ അലോട്ട് ചെയ്യുക. ഈ പേഴ്സണൽ ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ കാണും. ഇപ്പം നിഷയാണ് ഞങ്ങളുടെ ഒരു പേഷ്യൻ്റായിട്ട് വരുവാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് മുഴുവൻ ഞങ്ങളുടെ ഒരു സർവൈലൻസിലായിരിക്കും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കഴിച്ചു, ഇപ്പം ഞങ്ങളൊരു ഡയറ്റ് ചാർട്ട് തന്നു, നിഷ അതുമായിട്ട് വീട്ടിൽ പോയി, എന്നിട്ട് നമ്മളത് കഴിച്ചോ ഇല്ലയോ നമുക്കറിയത്തില്ല. അടുത്ത ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴേ നമുക്കറിയത്തുള്ളൂ ഇത് കൺട്രോൾ ആയിട്ടില്ല. പക്ഷേ ഇതങ്ങനെ പറ്റത്തില്ല. നമ്മുടെ അടുത്ത് ഇപ്പം ബാലൻസ് ഡയറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരും. ആ ബാലൻസ് ഡയറ്റ് അവർ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കും. ആ ഫോട്ടോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യണം. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. അപ്പോൾ ഇങ്ങനെ ഒരു ഫോളോ അപ്പ് സിസ്റ്റം സത്യത്തിൽ ഡയറ്റിൽ കൊണ്ടുവരുന്നതാണ് മൈഷുവർ ക്ലിനിക്കിൻ്റെ ഏറ്റവും വലിയ എഡ്ജ്. അപ്പോൾ നമുക്ക് കുറേ ആൾക്കാർ ജിമ്മിൽ പോകുന്നുണ്ട്. ജിമ്മിൽ പോകുന്ന എത്ര പേരുടെ വെയിറ്റ് കുറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാര്യം നമ്മൾ ഭക്ഷണവും കൂടെ കറക്റ്റ് ആക്കണം. അപ്പം മൈഷുവർ ക്ലിനിക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുന്നതിൽ തന്നെ ഡയറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് മാറ്റുക. നമ്മളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ വെച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ഈ സ്ട്രെസ്സൊക്കെ കാരണമാണ് നമ്മൾ ഓവർ ഈറ്റ് ചെയ്യുന്നത്. നമുക്ക് ചിലപ്പോൾ ഒരു ടെൻഷൻ മാറ്റാനായിരിക്കും നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? ഈ ആധുനിക ലോകത്ത് ഇത്രയും ബിസി ആയിട്ടുള്ള കാലത്ത് നമ്മളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നു, ഡയറ്റീഷ്യൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നു, ഒരു നേഴ്സ് കോർഡിനേറ്റർ എപ്പോഴും കൂടെ കാണും. ഇങ്ങനെ നിരന്തരം ഫോളോ അപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇവർ ഓട്ടോമാറ്റിക്കലി ശരിയായിക്കൊണ്ടിരിക്കും. അതാണ് സത്യത്തിൽ ലൈഫ് സ്റ്റൈൽ. ഇപ്പം നമ്മൾ ജീവിതശൈലിയെ ശരിയാക്കുന്നതിനാണ് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡയറ്റ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സസൈസ് പോലുള്ള കാര്യങ്ങളൊക്കെ കുറെ കൂടെ വൃത്തിക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് വീണ്ടും പറയും. എൻ്റെ അടുത്ത് ഒരാൾ പറയാം ഒന്ന് എക്സസൈസ് ചെയ്യും, ഒരു 10 വട്ടം പറയുമ്പോൾ 11ാമത്തെ വട്ടം ഒരു സാധാരണ മനുഷ്യന് ഒന്ന് എക്സസൈസ് ചെയ്യാൻ തോന്നും, ഈ ഡയറ്റ് ഒന്ന് ശരിയാക്കാൻ തോന്നും. ഒരു ബേസിക് ഇൻസ്റ്റിൻറ്റ് ഉണ്ട് ഹ്യൂമൻ, അതിനെയാണ് ഞങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പേഷ്യൻസിന് മരുന്നുകൾ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. സത്യം ഇപ്പം ഞാൻ കുറേ നാൾ മുമ്പ് വെല്ലൂർ ഒരു കോൺഫറൻസ് പോയപ്പോൾ അവിടുത്തെ ഒരു പ്രൊഫസർ പറഞ്ഞാണ്, നമ്മൾ മനുഷ്യന്മാരെല്ലാം നമ്മളുടെ ഒരു ക്രിയേച്ചർ നമ്മൾ മൃഗങ്ങളെ പോലെയാണ്. നമ്മൾ സത്യത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സൂര്യപ്രകാശം കാണുമ്പോൾ കണ്ണ് തുറക്കാനും സൂര്യപ്രകാശം പോകുമ്പോൾ ഉറങ്ങാനും വേണ്ടിയാണ് നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രോസസ്സസ് എല്ലാം അങ്ങനെയാണ്. പക്ഷേ ഇപ്പം നമുക്ക് സംഭവിക്കുന്നത് എന്താ, പാതിരാത്രി കിടന്നുറങ്ങുന്നു, അത് കഴിഞ്ഞ് എപ്പോഴൊക്കെയോ എഴുന്നേക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന് കാരണമാകുന്നുണ്ട്.
എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഈ കിഡ്നി ഡിസീസ്, അതായത് ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഡിസീസ് മൂലമുള്ള മരണങ്ങളെ പറ്റി പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു അതൊരു വലിയ പ്രധാന കാരണമല്ല മരണകാരണങ്ങളിൽ. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഡയബറ്റീസിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഒക്കെ ഇതിന് വളരെ പ്രാധാന്യമുള്ളതാണ് അല്ലേ? പ്രാധാന്യമുണ്ട്. സ്ട്രെസ്സിന്റെ മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രെസ്സിന്റെ കാര്യം നമുക്ക് എങ്ങനെയാണ് പ്രാക്ടിക്കലി ഞാൻ ചോദിക്കുന്നത്, നമുക്ക് എങ്ങനെ, അതായത് എങ്ങനെ നോക്കിയാലും ഒരു 10, 24, 25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയിലാകും. ഈ പറഞ്ഞ ജോലിയിൽ എക്സല് ചെയ്യാന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുടെ പ്രഷറും ഉണ്ട്, അവനവന്റെ സ്വന്തം നിലനിൽപ്പിന്റെ കാര്യമൊക്കെ ഉണ്ട്. ഇത്തരം പ്രഷറിനെയൊക്കെ, അതായത് ഇത്തരം പ്രഷർ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ പല തരത്തിലും ബാധിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഇൻസുലിൻ, ഈ ഒരു ശരീരത്തിലെ ഈ ഷുഗറിനെ കുറയ്ക്കാൻ വേണ്ടി ഒറ്റ ഹോർമോണേ ഉള്ളൂ, ഇൻസുലിൻ. കാരണം നമുക്ക് ഷുഗർ കുറഞ്ഞു പോകുന്ന അപകടമാണ്. അപ്പം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന തന്നെ ഇൻസുലിൻ മാത്രം ഷുഗർ കുറയ്ക്കാൻ വേണ്ടി. ഇതിൻ്റെ ശത്രുക്കൾ ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഗ്ലൂക്കഗോൺ, കോർട്ടിസോൾ, നമ്മൾ ഈ സ്ട്രെസ് ഹോർമോൺസ് എന്ന് പറയും. അപ്പം ഞാൻ ഈ സ്ട്രെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ, നമ്മളൊരു പട്ടി നായ കടിക്കാൻ വരുന്നു, നമ്മളെന്ത് ചെയ്യും? നമ്മൾ ഓടും അല്ലേ? നമ്മൾ ഉള്ള ശക്തി മുഴുവൻ അപ്പം നമ്മുടെ നെഞ്ചെടുപ്പ് കൂടണം, കാലിലേക്കുള്ള രക്തോട്ടം കൂടണം. അങ്ങനെ രക്തോട്ടം കൂടി നമ്മൾ ഓടാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഷുഗർ കുറഞ്ഞു പോയ പ്രശ്നമല്ലേ? അതെ. അപ്പോഴത്തേക്കും ഈ സ്ട്രെസ് ഹോർമോൺസിന്റെ ഒരു പരിപാടിയാണ് ഷുഗർ കൂട്ടി വെക്കുക എന്നുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? കാരണം നമ്മളെ ആ ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നമ്മളെ സജ്ജമാക്കുക. പക്ഷെ നമ്മൾ ഈ പട്ടിയിട്ട് ഓടിക്കാത്തപ്പോഴും നമ്മൾ ഉള്ളിൽ ഇങ്ങനെ സ്ട്രെസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറക്കം കുറഞ്ഞു പോയി, എക്സസൈസ് ഇല്ല, ഒബിസിറ്റി, ഇതെല്ലാം നമ്മുടെ ഇൻസുലിൻ്റെ ശത്രുക്കളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഇൻസുലിൻ അവിടെ ഉണ്ട്. ഇപ്പം നമുക്ക് ഇൻസുലിൻ എത്ര കണ്ട് ഉൽപ്പാദിപ്പിച്ചാലും, ഇപ്പം ഈ ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ സ്ട്രെസ്സിലൂടെ പോയി അപ്പോൾ നമ്മുടെ പാൻക്രിയാസ് എന്ത് ചെയ്യും? കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കും. അപ്പം നിങ്ങളൊരു 10 യൂണിറ്റ് കോർട്ടിസോൾ ഉണ്ടാക്കിയാൽ 11 യൂണിറ്റ് ഇൻസുലിൻ ഉണ്ടാക്കി അതിനെ ഫൈറ്റ് ചെയ്യും. ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ പാൻക്രിയാസിന് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അന്നേരമാണ് നമ്മൾ പ്രമേഹ രോഗികളാവുന്നത്. അപ്പം സത്യത്തിൽ ഈ ടൈപ്പ് 2 ഡയബറ്റീസ് നമുക്ക് ഈ പറയുന്ന സ്ട്രെസ് ഫാക്ടേഴ്സ്, അപ്പം ഞങ്ങൾ ശ്രമിക്കുന്നത് ശത്രുക്കളെ കുറയ്ക്കുക. അപ്പോൾ ഡയറ്റ് കറക്റ്റാക്കി, എക്സസൈസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു, സ്ട്രെസ്സ് കുറച്ചു, നന്നായിട്ട് ഉറക്കി, ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് പറ്റും? ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ നമ്മുടെ തന്നെ ഇൻസുലിന് നമ്മുടെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സത്യത്തിൽ ഡയബറ്റിക് റെമിഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇല്ലാതാക്കുക, ഡയബറ്റിക് ക്യൂർ. ഇപ്പം നമ്മൾ പണ്ടൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം പ്രമേഹം കണ്ടുപിടിച്ചാൽ അത് ജീവിതകാലം മുഴുവനുള്ള അസുഖമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ കൺസെപ്റ്റ് മാറി. പ്രത്യേകിച്ച് നമ്മുടെ യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന പ്രമേഹം, അതിന് മൈൽഡ് ഒബിസിറ്റി റിലേറ്റഡ് ഡയബറ്റീസ് ഓഫ് യങ് എന്നാണ് പറയുന്നത്. ചെറുപ്പക്കാരിൽ കാണുന്ന അമിതവണ്ണം കാരണമുള്ള പ്രമേഹമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആ അമിതവണ്ണം കുറച്ച് അവരെ ഹെൽത്തി ആക്കിയാൽ അവർ ഡയബറ്റിക് അല്ലാതാവും. ഇത് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ഏത് ബാക്ക്ഗ്രൗണ്ട് മൂലമാണോ നമ്മളിൽ ഇൻസുലിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കണ്ടീഷൻ അല്ലല്ലോ, ആ കണ്ടീഷൻ തന്നെയാണ്. അപ്പൊ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവം അത് കംപ്ലീറ്റ്ലി ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുമ്പോഴത്തേക്ക് ഇൻസുലിൻ കൂടുതൽ ഉണ്ടാവും. അപ്പം നമുക്ക് ഇൻസുലിൻ ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം 1 യൂണിറ്റ് വേണ്ടടുത്ത് 10 യൂണിറ്റ് ഉണ്ടാക്കും. 10 യൂണിറ്റ് ആണ് ഉണ്ടായാലേ ഷുഗർ കുറയത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ കൂടി നിൽക്കുന്ന ഇൻസുലിൻ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. നമുക്ക് ഫാറ്റി ലിവർ ഉണ്ട്. ഫാറ്റി ലിവർ ശരിക്കും ഇൻസുലിൻ കൂടി ഇരിക്കുന്നതുകൊണ്ടാണ് ഹൈപ്പർയൂറീസീമിയ വരാം, അങ്ങനെ പല ഡിസ്ലിപ്പിഡീമിയ വരാം. മെറ്റബോളിക് സിൻഡ്രം എന്ന് പറയുന്നതിൻ്റെ തന്നെ ഏറ്റവും വലിയ കാര്യം ഹൈപ്പർ ഇൻസുലിനീമിയാണ്. അപ്പോൾ നമ്മൾ ഡയബറ്റിക് കണ്ടുപിടിക്കുന്ന പേഷ്യൻറ്റിന് ശരിക്കും ഇൻസുലിൻ്റെ അളവ് കൂടുതലാണ്. ഞാനതാ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എന്തുകൊണ്ട് ഇൻസുലിൻ കൂടി? അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ്. അങ്ങനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ട്രീറ്റ് ചെയ്താൽ പോരെ. അതാണ് നമുക്ക് മെറ്റബോളിസം കറക്റ്റ് ആക്കുന്ന ഈ ഡയറ്റും എക്സസൈസിലൂടെയും സ്ലീപ്പിലൂടെയും സ്ട്രെസ്സും കുറച്ച് മുമ്പോട്ട് പോയാൽ നമുക്ക് ഇതേ ഇൻസുലിൻ തന്നെ നമ്മുടെ ഷുഗറിനെ കൺട്രോൾ ചെയ്യും. ഇത് മാറുന്നതനുസരിച്ച് ഇൻസുലിൻ കുറഞ്ഞു വരും. ഇൻസുലിൻ കുറഞ്ഞു വരുമ്പോൾ ഈ പറഞ്ഞ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നതിൽ നിന്നും തന്നെ നമുക്ക് പുറത്തു വരാൻ പറ്റും. ഇത് ചെറുപ്പക്കാർക്ക് മാത്രമാണോ ഈ റിവേഴ്സൽ അല്ലെങ്കിൽ ഈ റെമിഷൻ എന്ന് പറയുന്ന ഏർലി ഡയബറ്റിസ് ഇപ്പോൾ ആദ്യത്തെ 5 വർഷത്തിനുള്ളിലാണെങ്കിൽ അമിതവണ്ണം ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറയാം, ഇപ്പം നിഷ ഇപ്പോൾ ഒരു ദിവസം മുഴുവൻ ഒരു 4 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്, ഒട്ടും ഫാറ്റില്ല, അങ്ങനെയുള്ളവർക്കും ഡയബറ്റിസ് വരാം. അങ്ങനെ അല്ലാത്ത ഒരാൾ, ഇപ്പോൾ ഉദാഹരണത്തിന് 50 വയസ്സുള്ള ഒരു സ്കൂൾ ടീച്ചറാണ്, ഒരു തരത്തിലും ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്, രാവിലെ സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, വണ്ണം ഇങ്ങനെ പതിയെ കൂടി വരുമായിരുന്നു, പ്രായവും മെനോപ്പസൊക്കെ ആയപ്പോൾ കുറച്ചുകൂടെ കൂടി. ഇങ്ങനെയുള്ള പേഷ്യൻസിനും 50 വയസ്സുണ്ടെങ്കിൽ പോലും അവരുടെ പ്രമേഹത്തിന് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. സോ ഏർലി ഡയബറ്റിസ് ഉള്ള എല്ലാവർക്കും
സത്യം പറഞ്ഞാൽ ഡയബറ്റിക് റെമിഷൻ എന്ന് പറയുന്നത് നമുക്ക് ട്രൈ ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. ഈ ഏർലി ഡയബറ്റീസ് എന്ന് പറയുമ്പം പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം ഡോക്ടർ പറഞ്ഞ പോലെ ഒരു 45+ അല്ലെങ്കിൽ 50 അടുക്കുമ്പോൾ മെനപ്പോസ് പോലുള്ള കാര്യങ്ങൾ വരുമ്പം സ്വാഭാവികമായിട്ടും തടിവെക്കലും പിന്നെ കുറച്ചൊരു ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം സ്ത്രീകളാണെങ്കിലും ഈ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കൊണ്ടും ചില ഈ ഇമോഷണൽ ഇംബാലൻസ് ഞാൻ ചോദിക്കുന്നത്, നമുക്കിപ്പം ഇത് ഡയബറ്റിക് സംഭവം നമ്മളപ്പോൾ തന്നെ അതാണോ നമ്മളൊന്ന് പരിശോധിക്കേണ്ടുന്ന, നോർമലി ആരോഗ്യവതികളായി പോകുന്ന ആൾക്കാരാണെങ്കിൽ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡയബറ്റീസ് സ്ക്രീൻ ചെയ്യണം, വൈറ്റമിൻ ഡി സ്ക്രീൻ ചെയ്യണം, ഫാറ്റി ലിവർ, അങ്ങനെയുള്ള യൂറിക് ആസിഡ്. സത്യം പറഞ്ഞാൽ നമ്മളൊരു സ്ക്രീനിങ് സിസ്റ്റം സത്യത്തിൽ വേണം. ഡയബറ്റീസിൻ്റെ സ്ക്രീനിങ്ങിന് FBS, PPBS, HbA1c ഈ 3 ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്നറിയാം. അതുപോലെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് SGOT, SGPT, ലിവറിന് നീർക്കെട്ടുണ്ടോ എന്നറിയാം. പിന്നെ യൂറിക് ആസിഡ് കൂടുതലുണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, ഈ വൈറ്റമിൻ ഡിയുടെ അളവ് കുറവുണ്ടോ, ഇങ്ങനെയുള്ള കുറച്ച് പരിശോധനകൾ നമുക്ക് സ്ത്രീകളിൽ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാം. മെയിനായിട്ടൊരു മെറ്റബോളിക് സിൻഡ്രം സ്ക്രീൻ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് സ്ത്രീകളുടെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ PT പീരീഡിൽ എൻ്റെ സ്കൂളിലുള്ള ഗേൾസൊക്കെ കളിക്കുമെന്ന് ചോദിച്ചാൽ അവർ ചിലപ്പം ഒരു ക്യാരംസ് കളി, അങ്ങനെയുള്ള ഈ ഫിസിക്കൽ ആക്ടിവിറ്റി സത്യത്തിൽ ആണുങ്ങൾക്ക് മാത്രമുള്ളൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ ജീവിതശൈലി രോഗങ്ങൾ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ഇങ്ങനത്തെ ഹെൽത്തിൻ്റെ സൗകര്യങ്ങൾ, ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ സൗകര്യങ്ങൾ കിട്ടുന്നതിൽ തന്നെ ഒരു ജെൻഡർ ഇനിക്വാലിറ്റി ഉണ്ട്. അത് ആണുങ്ങളുടെ അത്രയും പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക് അത് കിട്ടുന്നില്ല. ഐഡന്റിഫൈ ചെയ്യപ്പെടാത്തത് കൊണ്ടാണോ? ചിലപ്പോൾ നിഗ്ലക്റ്റ് ആയിരിക്കും. ഒരു അമ്മയുടെ ഒരു ക്യാരക്ടർ അറിയാലോ, എല്ലാവരുടെ കാര്യങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും സ്വന്തത്തിലേക്ക് നോക്കുന്നത്. ആ ഒരു സ്വയമുള്ളൊരു നിഗ്ലക്റ്റ് തന്നെ ഇതിലേക്ക് നമ്മളെ വഴിവെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എക്സസൈസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇപ്പോൾ ജിമ്മിൽ പോകുന്ന 10 പേരും ജിമ്മിൽ പോയാൽ 8 പേരും പുരുഷന്മാരായിരിക്കും, 2 പേര് മാത്രമായിരിക്കും സ്ത്രീകൾ. ആ ഒരു ഇനിക്വാലിറ്റി, ഈ അസുഖം 2 പേർക്കും ഒരേപോലെയാണ് വരുന്നത്. ഈ ഹോർമോൺസും 2 പേർക്കും ഒരുപോലെ. ഈ സെക്സ് ഹോർമോൺസ് അല്ലാത്ത ബാക്കി ഹോർമോണുകളും 2 ശരീരത്തിലും ഒരുപോലെയാണ്. അപ്പോൾ ഒരേ ജീവിതശൈലിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ അസുഖം വരാനുള്ള ചാൻസ് 2 പേർക്കും ഒരുപോലെയാണ്. അപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ജെൻഡർ ഇക്വാലിറ്റി വേണം. പക്ഷേ ഡോക്ടർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പക്ഷെ ഇപ്പോഴും പറയുമ്പം ഞങ്ങളെ മാതിരിയുള്ളവർ പറയാറുണ്ട്, നമ്മൾ വീട്ടിലെടുക്കുന്ന പണി തന്നെ ഒഴിഞ്ഞിട്ട് ഇരിക്കാൻ സമയമില്ല, പിള്ളേരുടെ പിന്നാലെ നടക്കുന്ന വീട്ടിലെ കാര്യം നോക്കൽ, പഴയ പോലെ പശുവെന്നോ തൊഴുത്തുന്നോ ആടുന്നൊന്നും പറയാനില്ലെങ്കിലും നമുക്കിപ്പോഴും ഒരു എന്താ പറയുക, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മാത്രം കാണുന്ന ഒരു സാധനമാണ് ഈക്വൽ പാർട്ട്ണർഷിപ്പ് എന്നാണ് ഞങ്ങളൊക്കെ എപ്പോഴും കരുതുന്നത്. അപ്പോൾ ആ ഒരു സാധനം നമ്മളിപ്പോഴും സ്ഥിരമായിട്ട് നമുക്ക് കിട്ടുന്നവരുണ്ടാകുമായിരിക്കും. ഞാൻ പറയെങ്കിലും മൊത്തത്തിൽ പറയുവാണെങ്കിൽ അതിനെ നമുക്ക് അങ്ങനെ ഒന്ന് ഉറപ്പിച്ച് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു അങ്ങനെ വിചാരിക്കുന്ന ഒരു തെറ്റുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഇത്രയും നമ്മൾ ചെയ്യുമ്പോൾ ഇതിനൊന്നും കത്തിപ്പോവാനില്ലേ? അല്ല, അതാ ഞാൻ ഇപ്പോൾ വീട്ടിൽ ജോലി ചെയ്യുന്നത് എന്തായാലും നമുക്കൊരു സമയം കൺസ്യൂം ചെയ്യുന്ന ഒരു വലിയ ജോലിയാണ്. പക്ഷെ നമ്മൾ ഈ കാലോറീസ് എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ അത്രമാത്രം അതൊരു വർക്കൗട്ടായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നു, നമ്മളൊരു 30 മിനിറ്റ് ത്രെഡ്മില്ലിൽ നിങ്ങൾ നല്ല സ്പീഡിൽ നടന്നാൽ എത്ര കാലറീസ് ബേൺ ആവും? നമ്മളതിൽ നോക്കിയിട്ടുണ്ടോ? ഒരു 150 തൊട്ട് 200 കാലറീസേ ഉള്ളൂ. 2 ഉഴുന്നോടെ കഴിച്ചാൽ ആ കാലറീസ് കിട്ടി. മനസ്സിലായോ? അപ്പം നമുക്ക് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഇത് ഹെൽത്തി ആവണമെങ്കിൽ നമ്മുടെ വർക്കൗട്ട് കൊണ്ട് മാത്രം നമുക്ക് അതിനെ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് ഒരു ദിവസം മുഴുവൻ എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ സൈക്കിൾ ചവിട്ടുന്നു, 2 മണിക്കൂർ സൈക്കിൾ ചവിട്ടിയ ഒരു 350-400 കാലറീസേ ഞാൻ ബേൺ ചെയ്യുന്നുള്ളൂ. 2 മണിക്കൂർ ചവിട്ടിയാൽ ഞാനൊരു എഗ് പഫ്സ് കഴിച്ചാൽ 350 കാലറി കിട്ടും. അപ്പം നമുക്ക് എക്സസൈസ് കൊണ്ട് മാത്രം നമുക്ക് വെയിറ്റ് ലോസിലോട്ടോ ഹെൽത്തി ആവാനും പറ്റത്തില്ല. എക്സസൈസ് വേണ്ടെന്നല്ല ഞാൻ പറയാം. ഇപ്പം നമ്മുടെ വീട്ടിലെ അമ്മമാരും ഉമ്മമാരെയൊക്കെ എനിക്കറിയാം, അവർ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കത്തില്ല. അവർ സത്യം പറഞ്ഞാൽ വേസ്റ്റ് തീനികളാണ്. എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്, അതെടുത്ത് കളയാൻ അവർക്ക് മനസ്സ് വരത്തില്ല. അവരെന്ത് ചെയ്യും, നമ്മളൊക്കെ കഴിച്ചിട്ട് ഇതിപ്പം അപ്പമാണ് ഉണ്ടായി. ഇപ്പം ഞാൻ എൻ്റെ ഉമ്മടുത്ത് ഇപ്പം ചപ്പാത്തി, എനിക്ക് ചപ്പാത്തി വേണ്ട, എനിക്ക് അപ്പം, ചിലപ്പോൾ ഞാൻ അപ്പം കഴിക്കും, ഈ ബാക്കി ഇരിക്കുന്ന ചപ്പാത്തി ആര് കഴിക്കും? അങ്ങനെ നമ്മളൊക്കെ കഴിച്ചു വെച്ചതിൻ്റെ ബാലൻസ് കഴിച്ചു. അപ്പോൾ അവരൊരു സമയത്തൊരു ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ എൻ്റെ ഉമ്മടുത്ത് പറയും, ഉമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ച് വൃത്തിയായിട്ട് ഒരു ഭക്ഷണമായിട്ട് അത് കഴിക്കുക. അങ്ങനെ കഴിക്കത്തില്ല, ഇപ്പോൾ വേണ്ട, എന്നാൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കും. അപ്പം സത്യത്തിൽ ഭക്ഷണം കഴിച്ചെന്നുള്ളൊരു തോന്നൽ അവർക്ക് വരുന്നുമില്ല. ഇങ്ങനെ കഴിക്കുന്നത് വഴി ഒരു തരം അൺഐഡന്റിഫൈഡ്, അറിയാതെ പോകുന്നൊരു ഓവർ ഈറ്റിംഗ് അടുക്കളയിൽ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഹോം മേക്കേഴ്സ്, നമ്മൾ വീട്ടിലെ അമ്മമാർക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ഫ്രിഡ്ജും സ്റ്റോർ റൂമും എല്ലാം ആക്സസബിളാണ്. ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ വൈകുന്നേരം വരെ നമുക്ക് ഫ്രിഡ്ജിനോട് ആക്സസ് ഇല്ല. അതേസമയം വീട്ടിലിരിക്കുന്നവർക്ക് എപ്പോഴും ആക്സസ് ആണ്. ഇപ്പോൾ ഒരു ഫ്രൂട്ട് കഴിക്കാം, ചിലപ്പോൾ ഒരു നട്ട്സ് കഴിക്കാം.
കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നമ്മൾ തന്നെ ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോഴല്ലേ സ്വാതന്ത്ര്യത്തോടെ കഴിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അപ്പം വീട്ടുജോലി ഒരു മെനക്കെട്ട പരിപാടിയാണെന്ന് അറിയാം, ലോകത്തെ ഏറ്റവും കഷ്ടപ്പാടുള്ള ഒരു പരിപാടി തന്നെയാണ്. പക്ഷേ എക്സസൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ കാലറീസ് അതിൽ ബേൺ ചെയ്യത്തില്ല.